السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة يا رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കൂടുതൽ പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വലിൻ്റെ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളതും. ഇന്ന് നമുക്ക് പറയാനുള്ളത് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലുള്ള സന്തോഷം ഒരാൾ പ്രകടിപ്പിച്ചാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന മെച്ചങ്ങളെക്കുറിച്ചാണ്. കൂടുതലായിട്ട് പറയുന്നില്ല, 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബുഖാരിയുടെ ശറഹായ ഫത്ഹുൽ ബാരിയിൽ 9-ാം വാള്യത്തിൻ്റെ 145-ാമത്തെ പേജിൽ കാണാൻ കഴിയുന്നു. മഹാനായ ഇമാം സുഹൈലി റഹിമഹുമുള്ള പറയുകയാണ്, അന്നൽ അബ്ബാസ ഖാല ലമ്മ മാത അബൂ ലഹബിൻ റഅയ്തുഹു ഫീ മനാമി ബഅദഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ലഹബ് മരിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. ഏതവസ്ഥയിലാണ് കണ്ടത്? ഫീ ശദ്ദി ഹാലിൻ, മോശമായ ഒരവസ്ഥയിലാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ ലഖീതു ബഅദകും റാഹത്തൻ, നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഉഷാറ് കിട്ടിയിട്ടില്ല, എനിക്ക് പ്രയാസം തന്നെയാണ്. ഇല്ല അന്നൽ അദാബ യുഖഫിഫു അന്നി കുല്ല യൗമിസ്നൈൻ, എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷക്ക് ചെറിയൊരു ലഘൂകരണം ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു ഉഷാറും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് സുഹൈലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദാലിക അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ യൗമിൽ ഇസ്നൈനി, അതിന് കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ചയാണ് ജനിച്ചത്. വകാനത്ത് സുവൈബത്തു ബശറത്ത് അബാലഹബിൻ, അബൂലഹബിൻ്റെ വെള്ളാട്ടിയായിരുന്നു, അടിമപ്പെണ്ണായിരുന്നു സുവൈബ. സുവൈബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വിവരം കിട്ടിയപ്പോൾ അത് നേരെ ആ സന്തോഷം അബൂലഹബിനെ അറിയിക്കുകയും അതിൻ്റെ കാരണത്താൽ ഫഅതഖഹ, അബൂലഹബ് പിന്നെ ഈ സുവൈബ എന്ന് പറയുന്ന പെണ്ണിനെ മോചിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം കൊണ്ടാണ് തിങ്കളാഴ്ച അദ്ദേഹത്തിന് ശിക്ഷയിൽ ലഘൂകരണം കിട്ടിയത് എന്ന്. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ, ശാശ്വതമായി കാലാകാലം നരകത്തിലാണെന്ന് പറഞ്ഞ, അവൻ്റെ 2 കൈകളും നശിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ കാഫിറായ ആളാണല്ലോ അബൂലഹബ്. അവനെക്കുറിച്ച് വല്ലാത്ത ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ, അങ്ങനെയുള്ള ഒരാൾക്ക് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ ഇളവുണ്ട് എന്ന് ഹദീസിൽ വന്നതാണല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു നശിച്ചു പോട്ടെ എന്ന് ഖുർആൻ പറഞ്ഞ ഒരാൾക്ക് പോലും ഇതുപോലത്തെ ആശ്വാസം നബിയുടെ കാര്യത്തിലുണ്ടെങ്കിൽ ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ, ഏകദൈവ വിശ്വാസിയായി ഒരു വിശ്വാസിയായി ജീവിക്കുകയും നബിയുടെ കാര്യത്തിൽ സന്തോഷിക്കുകയും ചെയ്ത, ആയുസ്സുകാലം മുഴുവനും നല്ല മാർഗത്തിൽ ജീവിക്കുകയും ചെയ്ത ഒരു അടിമയുടെ കാര്യം നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. എത്ര സന്തോഷം അയാൾക്ക് അവരുടെ ജീവിതത്തിലും മരണശേഷവും ഉണ്ടാകുമെന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സന്തോഷിച്ചാൽ ഇത്രയൊക്കെ നേട്ടങ്ങൾ നമുക്ക് നൽകപ്പെടും. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.